മൂന്നാം സ്ഥാനത്തുള്ള ഗോവ 12ാം സ്ഥാനത്തുള്ള ഹൈദരാബാദിനെ നേരിടുമ്പോൾ എല്ലാം ഗോവയ്ക്ക് അനുകൂലമായിരിക്കുമെന്ന് അവർ കരുതിയിരിക്കാം. എന്നാൽ മത്സരം 1-1 സമനിലയിൽ അവസാനിക്കുമ്പോൾ ഹൈദരാബാദിന് വിജയതുല്യം തന്നെയാണ് ഈ സമനില. ആദ്യ വിസിൽ മുതൽ ഗോവയെ കൃത്യമായി പ്രതിരോധിക്കാൻ ഹൈദരാബാദിനായി. ഹൈദരാബാദിന്റെ പ്രതിരോധ പൂട്ട് പൊളിക്കാൻ ഗോവയ്ക്ക് 52 മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. 52ാം മിനിറ്റിൽ സാദിഖ് തന്നെ ഗോവകൾക്ക് അവസാനിപ്പിച്ച് ഗോവയെ മുന്നിലെത്തിച്ചു. 59ാം മിനിറ്റിൽ ഹൈദരാബാദ് ക്യാപ്റ്റൻ അലക്സ് സജിയുമായുള്ള ഓഫ് ദ ബോൾ പ്രശ്നത്തെ തുടർന്ന് ബോർഹ പുറത്തായി. എന്നാൽ അത് മുതലെടുക്കാൻ ഹൈദരാബാദിന് കഴിഞ്ഞില്ല. 71ാം മിനിറ്റിൽ ഹൈദരാബാദിന് തിരിച്ചടി കിട്ടി. അനാവശ്യ ഫൗളിന് ലഭിച്ച 2ാം മഞ്ഞ കാർഡ് കണ്ട് സജിയും പുറത്ത്. മത്സരം ഇരു ടീമും 10 പേരായി ചുരുങ്ങി. ഗോവ വിജയം സ്വപ്നം കണ്ട നേരത്ത് അലൻ ഹൈദരാബാദിനെ ഒപ്പം എത്തിച്ചു. ഇഞ്ചുറി ടൈമിൽ നേടിയ അലന്റെ ഗോൾ ഹൈദരാബാദിന് വിജയതുല്യമായ സമനില നൽകി. പുതിയ കോച്ചിന് കീഴിൽ ഹൈദരാബാദ് 4 കളിയിൽ 2 തോൽവി 2 സമനിലയും നേടിയിരിക്കുകയാണ്.